വസന്ത്, പാകിസ്ഥാൻ സൈനിക മേധാവി നേരത്തെ നന്ദഗോപൻ ചൂണ്ടിക്കാണിച്ചതുപോലെ പേടിച്ച് ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണ്. മാത്രമല്ല, മിലിറ്ററിയിൽ നിന്ന് പലരും രാജിവെക്കുന്നു. ഇന്ത്യയുമായുള്ള ഒരു ഏറ്റുമുട്ടലിന് അവർക്ക് കെൽപ്പില്ല. ഇപ്പോൾ പാകിസ്ഥാൻ മന്ത്രിമാരുടെ കയ്യിലുള്ള ഏക ആയുധം എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ടിയുടെ ചില നേതാക്കന്മാരുടെ പ്രസ്താവനകളാണ്. അത് വെച്ചാണ് അവർ ഭാരതത്തെ കടന്നാക്രമിക്കുന്നത്. എന്തായാലും വൈകിയ വേളയിലെങ്കിലും ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ബോധ്യം വന്നിട്ടുണ്ട്, പ്രസ്താവന ഇറക്കുന്നതിൽ നിന്നൊക്കെ വിലക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള സമീപനം അത് മോശമല്ലേ, തെറ്റല്ലേ വസന്ത്? അതിന് ഉത്തരം പറയാം. അതിനു മുമ്പ് എന്താണ് പാകിസ്ഥാന്റെ ഇന്നത്തെ അവസ്ഥ? നമ്മളോടൊപ്പം തന്നെ സ്വതന്ത്രമായ ഒരു രാജ്യമാണിത്. എന്നാൽ ഇന്ന് ഭക്ഷണത്തിന് വേണ്ടി മറ്റുള്ള രാജ്യങ്ങളുടെ മുമ്പിൽ ഭിക്ഷ എടുക്കേണ്ട അവസ്ഥയിലുള്ള ഒരു രാജ്യമാണ് ഇന്ന് പാകിസ്ഥാൻ. നിവർന്നു നിൽക്കാൻ പോയിട്ട്, നട്ടെല്ലൊന്ന് ഉയർത്തിപ്പിടിക്കാൻ പോയിട്ട്, മുട്ടുകാല് വിറയ്ക്കാതെ ഉയർന്നു നിൽക്കാൻ സാധിക്കാത്ത ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഈ ചില കുഞ്ഞു കുട്ടികൾ കാണിക്കുന്നത് പോലെ ഇന്ത്യയുടെ വളർച്ചയിൽ, ഇന്ത്യയുടെ വളർച്ച നിങ്ങൾ പറയുന്നത് 2014 മുതലാണെന്ന്, പക്ഷെ അങ്ങനെയല്ല. ഈ രാജ്യം സ്വതന്ത്രമായ കാലം തൊട്ട് 2025 വരെ, അതിൽ നിങ്ങളുടെ കാലഘട്ടവുമുണ്ട്, 25 വരെയുള്ള വിവിധ സർക്കാരുകൾ, അതിൽ വാജ്പേയിയുടെ സർക്കാരുണ്ട്, നിങ്ങളുടെ സർക്കാരുണ്ട്, ഞങ്ങളുടെ സർക്കാരുകളുണ്ട്. ആ സർക്കാരുകൾ നമ്മൾ ഒന്നാകെ നേടിയെടുത്ത വികസനമാണ്. ആ വികസനത്തെ നോക്കി, ആ പ്രോഗ്രസീവ്നെസ്സിനെ നോക്കി കൊഞ്ഞനം കുത്താനും കുറച്ച് തീവ്രവാദികളെ ഉപയോഗിച്ച് അതിന് മേൽ ചെളി വീഴ്ത്താനും ശ്രമിക്കാൻ മാത്രമേ ആ രാജ്യത്തിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബംഗറിൽ ഒളിച്ചിരുന്നോ, അല്ലെങ്കിൽ ഇന്ത്യൻ നദികളിലൂടെ ഒന്നെങ്കിൽ വെള്ളം അല്ലെങ്കിൽ രക്തം എന്ന് പറഞ്ഞിട്ട് കാനഡയിൽ പോയി ഒളിച്ചിരുന്നു കൊണ്ട് ട്വിറ്ററിലും എക്സിലും പ്രസ്താവന പുറപ്പെടുവിക്കാനേ പാകിസ്ഥാൻ നേതാക്കൾ തൽക്കാലം സാധിക്കുകയുള്ളൂ. അതാണ് അവരുടെ അവസ്ഥ. അതൊരു ഭീകരവാദ രാജ്യമല്ല. പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യം മാത്രമല്ല, അതൊരു ഭീരു രാജ്യം കൂടിയാണ്. ഭീരുക്കളാണ് അവർ എന്നതിൽ സംശയമില്ല. ഇനി അങ്ങനെ ചോദ്യം, ഞങ്ങൾക്കെതിരെയുള്ള വിമർശനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് എന്ന് ചിന്തിക്കേണ്ട. ശ്രീ അനിൽ നമ്പ്യാർ നോക്കൂ, ആദ്യമായി പഹൽഗ്രാം ആക്രമണം ഉണ്ടായപ്പോൾ ഏറ്റവും ആദ്യം ഇത് പാക് സ്പോൺസേഡ് ആക്രമണമാണ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ പേരേതാണ്? ആ പാർട്ടിയുടെ പേര് കോൺഗ്രസ് പാർട്ടി എന്നാണ്. ഞങ്ങൾ ഈ ആക്രമണം ഉണ്ടായതിന്റെ പിറ്റേ ദിവസം തന്നെ രാവിലെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയും വളരെ പാക് സ്പോൺസേഡ് ആക്രമണം കോൺഗ്രസിന്റെ ഏത് നേതാവാ പ്രസ്താവന ഇറക്കിയത്? പറയാം, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങ് ഇടപെട്ടുകൊണ്ടാണ് പ്രശ്നം. ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ വിളിച്ചു ചേർത്ത കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതി, കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഒരു നേതാവുമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാസ്റ്റ് വാക്ക് എന്ന് പറയുന്നത്, അവസാന വാക്ക് എന്ന് പറയുന്നത് CWC ആണ്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി. ആ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി പുറപ്പെടുവിച്ച പ്രസ്താവന അങ്ങേക്കും ലഭ്യമായിട്ടുണ്ട്, രാജ്യത്തുള്ള എല്ലാ മാധ്യമങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ വളരെ കൃത്യമായി ഏറ്റവും ആദ്യം ഈ രാജ്യത്ത് ഇത് പാക് സ്പോൺസേഡ് ആണ്, പാകിസ്ഥാന്റെ കരങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞ പാർട്ടിയുടെ പേര്, പറഞ്ഞ നേതാവിന്റെ പേര്, പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഖാർഗെയുടെ ട്വീറ്റിൽ ഞാൻ അത് കണ്ടിട്ടില്ല. മാത്രമല്ല, ഇസ്ലാമിക് ടെററിസം എന്നൊരു വാക്ക് ആരും ഉപയോഗിച്ചിട്ടുമില്ല. ആകെ അത് ഉപയോഗിച്ചത് ശശി തരൂരാണ്. അങ്ങേക്ക് നല്ല വിവരമുണ്ട്, അതുകൊണ്ട് അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങേർക്ക് മാത്രമാണ് വിവരം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതാണ് പ്രശ്നം. ഡോക്ടർ തരൂർ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും വിവരമുള്ളവരാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തരൂർ മാത്രമല്ലെന്നേ, വളരെ കൃത്യം CWCയുടെ പ്രസ് റിലീസ് അങ്ങ് കാണാത്തത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. വളരെ കൃത്യമായി ഏറ്റവും ആദ്യം അത് പറഞ്ഞത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയാണ്. രണ്ടാമത് ജയറാം രമേശ് ACC ആസ്ഥാനത്ത് വിളിച്ചു ചേർത്ത മാധ്യമ യോഗത്തിൽ ഈ CWC മീറ്റിംഗിന് ശേഷം സംസാരിക്കുമ്പോഴും ഇത് പാക് സ്പോൺസേഡ് ആണ് എന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ പറയുന്നത് അല്ല, കശ്മീരിലെ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടോ? ആരാണ് കശ്മീരിലെ കോൺഗ്രസിന്റെ നേതാവ് എന്താണ് പറഞ്ഞത്? അല്ല, അദ്ദേഹം പറഞ്ഞത് അള്ളാഹു നോക്കിക്കൊള്ളും, ഇവിടെ വികസനം വേണ്ട, ടൂറിസം വേണ്ട, ഒന്നും വേണ്ട, എല്ലാം അള്ളാഹു നോക്കിക്കൊള്ളും എന്നാണ് പറഞ്ഞത്. കാശ്മീരിലെ കോൺഗ്രസിന്റെ നേതാവ്. ഏത് നേതാവാണത്? അയാളുടെ പേര് ഞാൻ മറന്നുപോയി. നന്ദഗോപൻ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണേ ആ പേര്. അല്ല, കോൺഗ്രസിന് അവിടെ പല വഴിയെ പോകുന്നവരെല്ലാം പറയുന്നത് ഇപ്പൊ അതങ്ങനെയായി. അല്ല അത് എല്ലാ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നതാണത്. കോൺഗ്രസ് ലീഡർ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്, ലോക്കൽ ലീഡർ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുക. പോട്ടെ, നമുക്കത് വിടാം. നമ്മുടെ കർണാടക മുഖ്യമന്ത്രി, അതുപോലെ നേരത്തെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ചാർജ് ഉണ്ടായിരുന്ന BK ഹരിപ്രസാദ്, ഇവരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റ്സോ? അല്ല, എനിക്കറിയില്ല. നോക്കൂ, ഞാൻ ആദ്യമായി തന്നെ പറഞ്ഞു വെച്ചു, കോൺഗ്രസിനെ രാഹുൽ ഗാന്ധിയോ KC വേണുഗോപാലോ ഒക്കെ അല്ല അവസാന വാക്ക്.
AICC പ്രസിഡന്റ് പോലുമല്ല, അത് CWC ആണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്, പ്രസ് റിലീസ് ഇറക്കിയിട്ടുണ്ട്, പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ പ്രസ്താവനയിൽ പറഞ്ഞതാണ് കോൺഗ്രസിന്റെ നിലപാട്. അതിൽ ഇപ്പൊ ബൂത്ത് പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞില്ലേ?